പരിധി ചൂണ്ടിക്കാട്ടി കേരളം നൽകിയ പ്രധാന ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. 5 അംഗ ബെഞ്ചാണ് വിശദമായി വിഷയം കേൾക്കുക. സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം കൈമാറുന്നില്ല. ഇതുമൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്നാണ് കേരളത്തിന്റെ ഹർജി. അതേസമയം വെട്ടിക്കുറച്ച അടിയന്തരമായി അനുവദിക്കണമെന്ന ആവശ്യത്തിൽ മറ്റൊരു ഹർജി കൂടി കേരളം ഫയൽ ചെയ്തിരുന്നു. ഇതിൽ 13,000-ലധികം കോടി രൂപ കേന്ദ്രം ഇടക്കാല സഹായമായി അനുവദിച്ചുവെന്ന് കോടതി നിരീക്ഷിച്ചു. കടമെടുപ്പ് പരിധി കൂട്ടണമെന്ന ആവശ്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ കേരളത്തിനായില്ലെന്ന് വിധിപ്പകർപ്പിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നു. നാഷണൽ ഡെസ്കിൽ നിന്നും MG മിഥുന്റെ റിപ്പോർട്ട്. പ്രധാനമായും 2 ഹർജികളാണ് കേരളം ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അതിൽ പ്രധാന ഹർജി എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തിനും എത്രത്തോളം കടമെടുക്കാൻ കഴിയുമെന്ന് ഉള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഹർജിയായിരുന്നു. മറ്റൊന്ന് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടിയന്തരമായി 10,000 കോടി രൂപ നൽകണം, കേന്ദ്ര സർക്കാർ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി ഉണ്ടായിരുന്നു. ഇതിൽ ആദ്യ ഹർജിയിലാണ്, പ്രധാനപ്പെട്ട ഹർജിയിലാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടുകയും ചെയ്തിരിക്കുന്നത്. 5 അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടുകയും ചെയ്തിരിക്കുന്നത്. മറ്റേ ഹർജി 10,000 കോടി അടിയന്തരമായി നൽകണമെന്നുള്ള ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഒരു തിരിച്ചടി തന്നെയാണ് കേരള സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അതിലൊരു അനുകൂല നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് കോടതി അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 293 അനുച്ഛേദ പ്രകാരമാണ് ഓരോ സംസ്ഥാനത്തിനും എത്ര തുക നൽകുക, എത്ര കടമെടുപ്പ് പരിധി നിശ്ചയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൽ 293 അനുച്ഛേദം ചോദ്യം ചെയ്യപ്പെട്ട് ഇതുവരെയും ആരും ചോദ്യം ചെയ്തിട്ടില്ല. അത്തരത്തിൽ ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് കേരള സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 2 അംഗ ബെഞ്ചിന് പരിഗണിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഈ വിഷയം ഇടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ ബെഞ്ചിൽ ഈ കേസ് പരിഗണിക്കട്ടെ എന്നുള്ള അത് പരിഗണിക്കുന്നത് ഉചിതമാകുമെന്നുള്ളൊരു തീരുമാനം 2 അംഗ ബെഞ്ച് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 6 ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട 6 വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നു വരുന്നുണ്ട്. അത് കോടതിയുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുമ്പോൾ അത് ഉചിതമായി തീരുമാനമെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ മറ്റ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇത് വിശദാംശങ്ങൾ ഇനി അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ ഇനി ലഭ്യമാകാനായിട്ടുണ്ട്. അതായത് 6 വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കിനി അറിയേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഉള്ളത് ഒന്ന്, കിഫ്ബി വഴി വായ്പ എടുക്കുന്നത് അത് ഈ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ളൊരു ആവശ്യമുണ്ട്. കൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന കടമെടുപ്പ് അത് ഈ ഒരു പരിധിയിൽ ഉൾപ്പെടുത്തരുത് തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 6 വിഷയങ്ങളാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഉയർന്നു വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി ഭരണഘടനാ ബെഞ്ച് വിട്ടതോടുകൂടി ഭരണഘടനാ ബെഞ്ച് ഏതാണ് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അതിന് കുറെ കാലതാമസം എടുക്കും. MG മിഥുന്റെ റിപ്പോർട്ടാണ് കണ്ടത്.